എഞ്ചിനീയറിംഗ് പഠിക്കാത്ത പപ്പ ഇതെങ്ങനെ ബോട്ട് ഉണ്ടാക്കണമെന്ന്. ഇത് ബോട്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കൽ സിസ്റ്റമായിട്ട് ഇത് കരയിലോട്ട് സീറ്റ് വരും. ആ സീറ്റ് വന്നനുസരിച്ച് വികലാംഗരായിട്ട് അല്ല ഹാൻഡിക്രാഫ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ആ സീറ്റിലോട്ട് കയറി ഇരുന്നാൽ മതി. ഇനിയൊരു പ്രളയം ഉണ്ടാവുകയാണെങ്കിൽ, ഉണ്ടാകില്ലെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന, ഉണ്ടാവുകയാണെങ്കിൽ ഈ ബോട്ട് രക്ഷകനായി ഇവരുടെ കൂടെ തന്നെ ഉണ്ടാകും. ആ വികലാംഗരായ എല്ലാ ആൾക്കാരെയും പിന്നെ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കാൻ ഞങ്ങൾ 2-3 പിള്ളേർ ഇതിനായിട്ട് തയ്യാറാകുന്നുണ്ട്. IT പഠിച്ചിട്ടില്ല, എൻജിനീയറിംഗ് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ബോട്ട് നിർമ്മിക്കുമ്പോൾ ഇത്രയും ലക്ഷം രൂപയായില്ല. എൻ്റെ കൂട്ടുകാർ മൊത്തം അറിഞ്ഞ് എനിക്ക് നാണക്കേടാവും, ഇതൊന്ന് വെള്ളത്തിലിറക്കി നോക്കണം. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും വെള്ളത്തിൽ ഇറക്കി നോക്കണ്ട, ഇതെൻ്റെ മനസ്സാണ്, എൻ്റെ ജീവനാണ്. നീ നോക്കിക്കോ, ഇത് ഇറക്കിയാൽ വെള്ളത്തിൽ മുങ്ങത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇതെൻ്റെ വർക്ക്ഷോപ്പാണ്. ഇവിടെ വെച്ചാണ് ഞാൻ ബോട്ട് ഫസ്റ്റിൽ നിർമ്മിക്കാൻ തുടങ്ങുന്നത്. ഇത് എൻ്റെ മോനാണ്, എൻ്റെ വൈഫ്, എൻ്റെ വൈഫ് ഹാൻഡിക്രാഫ്റ്റാണ്. ഇത് ഇവിടെ ഇത് എൻ്റെ വീടോട് കൂടി ചേർന്നാണ് ഈ വർക്ക്ഷോപ്പും. 1 ലിറ്റർ പെട്രോൾ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വീതി നീളം ഒക്കെ കറക്റ്റായതുകൊണ്ട് നമുക്ക് പിന്നെ മൈലേജിൻ്റെ കാര്യത്തിലൊന്നും വലിയ പ്രശ്നമില്ല. മൈലേജിൻ്റെ കാര്യത്തിൽ ഒരു ലിറ്റർ പെട്രോൾ മതി. എന്തായാലും 1 കിലോമീറ്റർ 1 മണിക്കൂർ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതുതന്നെ നമ്മുടെ ഒരു ഭാഗ്യമാണ്. ഇത് ആദ്യം ഇതിൻ്റെ ഫ്രെയിം കൂട്ടുകയായിരുന്നു ആദ്യത്തെ പടി. അത് കഴിഞ്ഞ് നാഗത്തകടടിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ ഉപ്പ് രസം കായലുകളിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും. അത് കാരണം ഈ ബോട്ട് നമുക്ക് സക്സസ് ആകത്തില്ല. അത് ഒരു 2-3 വർഷം കഴിയുമ്പോൾ തന്നെ തുരുമ്പടിച്ചു പോകും. അത് കാരണം സ്വന്തമായി തന്നെ ഞാനിതിന് ഫൈബർ ചെയ്ത് സ്വന്തമായി തന്നെ പെയിൻറ്റ് ചെയ്ത് ഇത് ഞാനുണ്ട്, എൻ്റെ ചങ്കായ എൻ്റെ അനിയനുണ്ട്, കൂട്ടുകാരനുണ്ട്, എൻ്റെ മക്കളുണ്ട്, എല്ലാവരും ഒരു ആത്മവിശ്വാസം തന്ന് വിജയിക്കും, ഫൈബർ സ്വന്തമായി തന്നെ എന്ന് പറഞ്ഞ് അങ്ങനെ സ്വന്തമായി ചെയ്ത്. ഇപ്പോൾ എറണാകുളം സൈഡിലാണ് പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായെങ്കിൽ നമുക്ക് ആ രക്ഷയെല്ലാം കഴിഞ്ഞ് നമുക്ക് ഉടനെ കൈനകരി ഭാഗത്തേക്ക് വരണമെങ്കിൽ റോഡ് മാർഗ്ഗത്തിലൂടെ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. ഇത് ട്രോളിയിലാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. എവിടെ നമ്മൾ കരയിലൂടെ പോകണമാണ് ഏറ്റവും എളുപ്പം. വെള്ളത്തിലൂടെ പോകണമെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എത്തിച്ചെല്ലാൻ പറ്റുന്ന ഒരു വാഹനത്തിലാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും നമുക്കിത് പെട്ടെന്ന് പ്രയോജനപ്പെടുത്താവുന്ന സാധനമാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് പ്രയോജനപ്പെടുത്താം. അത് പെട്ടെന്ന് നമ്മൾ വണ്ടി എങ്ങോട്ട് തിരിക്കുന്നോ ഒരു അപകടവും കൂടാതെ ഈ സാധനം നമ്മുടെ വാഹനത്തിൻ്റെ പുറകെ കൂടെ ഉണ്ടാകും. ഞാൻ ഈ ബോട്ട് നിർമ്മിക്കാനായിട്ട് ഒരു 6 മാസത്തോളം എടുത്ത് 6 മാസം കൊണ്ടാണ് ഞാൻ ഈ ബോട്ട് നീറ്റിലിറക്കിയിരിക്കുന്നത്. എൻ്റെ മോള് ജാനകി, പിന്നെ ഗോവിന്ദുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ബോട്ട് ഇറക്കാനുള്ള കാരണം, ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ഒരാളെയാണ്. സിജിമോൾ എന്നാണ് പേര്. പുള്ളിയുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും മറ്റുള്ളവരുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഞാൻ കണ്ടിട്ടാണ് ഞാൻ അതേപോലെ ഒരാളെ വിവാഹം കഴിച്ചത്. തന്നെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ഒരാളെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഇതിനകത്ത് പിന്നെ ഈ ബോട്ടിൽ കയറാൻ ചെറിയൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായി. പക്ഷേ ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഇതിനകത്തൊരു ലിഫ്റ്റ് പരിപാടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ബോട്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കൽ സിസ്റ്റമായിട്ട് ഇത് കരയിലോട്ട് സീറ്റ് വരും. ആ സീറ്റ് വന്നനുസരിച്ച് വികലാംഗരായിട്ട് അല്ല ഹാൻഡിക്രാഫ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ആ സീറ്റിലോട്ട് കയറി ഇരുന്നാൽ മതി. കരക്ക് തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ ബോട്ടിലേക്ക് വന്നിരിക്കും. നമ്മൾ വളരെ ബലം പ്രയോഗിക്കേണ്ടവരെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട, നല്ല സുഖമായി അവർക്ക് യാത്ര ചെയ്യാവുന്നൊരു ബോട്ടാണ്. അതുപോലെ തന്നെ സാമ്പത്തികം ഇച്ചിരി ടൈറ്റ് വന്നതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാതിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ അതും കൂടെ ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. അതും ഒരു വെറൈറ്റി ആയിരിക്കും. കരക്ക് നമ്മൾ സാധാരണ ബോട്ടിൽ എല്ലാവരെയും എടുത്ത് കയറ്റിയാണ്. ഇതൊന്നും വേണ്ട, ഹൈഡ്രോളിക് സിസ്റ്റമാണ് ഇവിടുത്തെ ചെയ്യാൻ പോകുന്നത്. ബോട്ടിൻ്റെ സീറ്റുകളെല്ലാം കരക്ക് വന്നിരിക്കും. കരക്ക് അവരിരുന്നാൽ മതി. ബോട്ടിലേക്ക് അവർക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് വന്നിരിക്കാം സുഖമായി. ഒരു സിദ്ധ എന്ന് പറയുന്ന ഒരു സംഘടനയിൽ ഇപ്പം ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുറേ കൂട്ടുകാരെ ഞങ്ങൾ കണ്ടുമുട്ടി. പാവങ്ങളായിട്ടുള്ള കൂട്ടുകാരെ ഒരുപാട് ഇദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. കൊച്ചു സഹായങ്ങൾ വേറെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വലിയൊരു സഹായമാണ്. ഞങ്ങളുടെ കയ്യിൽ ഈ പൈസ ഉണ്ടായിട്ടല്ല ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തത്. ഞങ്ങളിപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. എന്നാലും ഇനി ഞങ്ങൾക്ക് ആ ബോട്ടിൽ റാമ്പ് ചെയ്യാനുണ്ട്. റാമ്പ് അത് ഇദ്ദേഹം തന്നെ ചെയ്യുന്നതാണ്. ഈ സംഭവം എല്ലാ ഭിന്നശേഷിക്കാരായിട്ടുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങളിത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഇത് ഉണ്ടാക്കാനുള്ള കാരണം, ഞാനൊരു 20 വർഷത്തിന് മുമ്പ് വാട്ടർ ട്രാൻസ്പോർട്ടിൽ ഡെയിലി ബേസിൽ ഓടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കയറ്റാനും ഇറക്കാനും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടാണ് എനിക്കൊരു ബോട്ട് ഇറക്കണമെന്നൊരു ആഗ്രഹം തോന്നിയത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കുകയാണ്. ബോട്ട് ഇറക്കി
കഴിഞ്ഞ ദിവസമായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിസ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഒരു 3-4 പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ട്. അവർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് കിട്ടണം എന്നാണ് എനിക്ക് സർക്കാരിനോട് ഇത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അങ്ങനെ കിട്ടുവാണെങ്കിൽ എന്നും ഞങ്ങൾ ഈ രക്ഷകനായി കൂടെ ഈ ബോട്ടുമായിട്ടുണ്ടാകും. ഇത് എൻ്റെ മോൻ ITIയിൽ പഠിക്കുന്നു. ഇതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ പുള്ളി ഇപ്പോഴെന്ന് പറഞ്ഞാൽ കളിക്കാൻ പോകേണ്ട സമയമൊക്കെയാണ്, അതിനൊന്നും പോകാതെ പുള്ളിക്കാരൻ എൻ്റെ കൂട്ടത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ടായിരുന്നു. പുള്ളിക്കും ഇതിനോടിപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ കുറേ പഠിച്ചതുകൊണ്ട് പുള്ളിയും അമ്മേനെയൊക്കെ എടുത്തുനിന്ന് നടക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ എൻ്റെ മോൻ അറിയാവുന്നതുകൊണ്ട് അവൻ എൻ്റെ കൂട്ടത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ അവനുണ്ടായിരുന്നു. ഒരു കളിക്കും പോകാതെ എൻ്റെ കൂടെ തന്നെ നിൽക്കുകയായിരുന്നവൻ. ഭിന്നശേഷിക്കാരായിട്ടുള്ള എൻ്റെ കൂട്ടുകാർ, സിദ്ധയിലെ അംഗങ്ങൾ എല്ലാവരും, ഭിന്നശേഷിക്കാരായിട്ടുള്ള എല്ലാ കൂട്ടുകാരും കൈനകരിയിൽ കുട്ടനാട് പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പ്രളയത്തിൽ പെടുമ്പോഴത്തേക്കും അവരെന്നെ കോൺടാക്ട് ചെയ്യാനുണ്ട്. ചേച്ചി, ഞങ്ങളിങ്ങനെ പ്രളയത്തിലാണ്, ഞങ്ങൾക്ക് രക്ഷപ്പെടാനൊരു മാർഗ്ഗമില്ല. അങ്ങനെയാണ് ഇദ്ദേഹം പെട്ടെന്ന് തന്നെ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇങ്ങനെ ഒരു ആശയം ഇങ്ങേർക്ക് ഉദിച്ചത്. 2.5 ലക്ഷം രൂപയോളം ഇങ്ങയുടെ പണികാശും അധ്വാനം ഒന്നും കൂടാണ്ട് തന്നെ നമ്മളിപ്പോൾ മുടക്കിയിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, റാമ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വീൽ ചെയറുകാരെ പൊക്കി ഇരുത്തേണ്ട ആവശ്യമില്ല. അവർക്ക് വീൽ ചെയർ ഓടി അതിനകത്ത് വന്ന് കയറാനുള്ളൊരു സംവിധാനം കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഫുള്ള് സക്സസ് ആയെന്ന് വേണം പറയാം. അപ്പോൾ കരയിലൂടെയും നമുക്ക് വെള്ളത്തിലൂടെയൊക്കെ ഇത് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ അത് ഞങ്ങളുടെ സാമ്പത്തികം ഇപ്പം ഇല്ലാതിരുന്നുകൊണ്ടാണ് നല്ലൊരു വിജയദശമി ദിവസം നോക്കി ഞങ്ങളിത് ഇറക്കിയത്. അപ്പം ഇനി ആ റാമ്പും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് അത് സക്സസ് ആയിട്ടുണ്ട്. മോൻ ITIയിൽ പഠിക്കുകയാണ്, ചേർത്തല SBയിൽ പഠിക്കുകയാണ്. IT പഠിച്ചിട്ടില്ല, എൻജിനീയറിംഗ് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ബോട്ട് നിർമ്മിക്കുമ്പോൾ ഇത്രയും ലക്ഷം രൂപയായില്ല. എൻ്റെ കൂട്ടുകാർ മൊത്തം അറിഞ്ഞ് എനിക്ക് നാണക്കേടാവും, ഇതൊന്ന് വെള്ളത്തിലിറക്കി നോക്കണം. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും വെള്ളത്തിൽ ഇറക്കി നോക്കണ്ട, ഇതെൻ്റെ മനസ്സാണ്, എൻ്റെ ജീവനാണ്. നീ നോക്കിക്കോ, ഇത് ഇറക്കിയാൽ വെള്ളത്തിൽ മുങ്ങത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിനക്ക് വേണ്ടി ഒന്ന് ഇറക്കാം, എനിക്കിറക്കണമെന്നില്ല, നിനക്ക് വേണ്ടി ഇറക്കാം. പക്ഷേ ഇറക്കി കഴിഞ്ഞപ്പോൾ ഇവന് വെള്ളത്തിൽ ചാടണോ എന്ത് ചെയ്യണമെന്ന് സക്സസ് ആയിരിക്കും ബോട്ട്. അപ്പം ഇത് പിന്നെ എൻ്റെ മോളും ഇതിനകത്ത് നല്ല സപ്പോർട്ടുണ്ട്. പുള്ളിക്കാർ ഇത് ഞാൻ ഇണക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ ഷാള് വരെയും കൊണ്ടുവന്ന് ഇങ്ങനെ മറച്ചൊക്കെ നോക്കും, കാണാനൊക്കെ ഭംഗിയാണോ എന്നൊക്കെ. ഇവർ രണ്ടുപേരും കൂടെ വന്ന് ഈ ഷാളൊക്കെ എടുത്ത് മറച്ച് നോക്കി, ഇതൊരു ബോട്ടായിട്ടുണ്ടാന്നൊക്കെ. എന്നും അത് ഇവർക്ക് സംശയങ്ങളായിരുന്നു. ഇവർ ഗവൺമെൻറ് TVHS സ്കൂളിൽ പഠിക്കുന്നു, ചാരമംഗലം സ്കൂളിൽ പഠിക്കുന്നു. അവിടുത്തെ അധ്യാപകരും നല്ല സപ്പോർട്ടാണ് നമുക്ക് ചെയ്തു തന്നിട്ടിരിക്കുന്നത്. എല്ലാവരും ഈ അയൽവാസികളെല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് പുഷ്കരൻ ചേട്ടൻ, പുള്ള മോൻ വിച്ചു, ഇവരൊക്കെ നമുക്ക് ഇത് വെൽഡ് ചെയ്യാനും എല്ലാത്തിനും ഇവർ സപ്പോർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ ഒരു കൊച്ചുണ്ട്, ഞങ്ങൾ ചങ്കി എന്ന് വിളിക്കണ കൊച്ച്. അവളും ഇതിനകത്ത് വന്ന് ഇത് കാണാനും കയറാനും അവളുടെയൊക്കെ ആ ഒരു സന്തോഷമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അടുത്തൊരു ബോട്ട്, ഇതിലും വലിയൊരു ബോട്ട് ഇണക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നല്ല കഴിവുള്ള കുട്ടികളാണ് നമ്മളെ ഈ കേരളത്തിലുള്ള എല്ലാ കുട്ടികളും. പക്ഷേ അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പിള്ളേരും വഴിതെറ്റിപ്പോകത്തില്ല എന്നുള്ളത് 100% എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എൻ്റെ കൂടെ ഒരു 3-4 പിള്ളേർ ഞാൻ എടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും എല്ലാവരും അവരെ പോലെയുള്ള നല്ല ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു ട്രെയിനിങ് തരണമെന്നാണ് എനിക്ക് താഴ്മയായി പറയാനുള്ളത്. പിന്നെ ഇനി അടുത്തത് ഇതിലും നല്ലൊരു ബോട്ട്, ഒരു ജെറ്റ് ബോട്ടാണ് ഇറക്കാൻ പോകുന്നത്. അതായത് എത്ര കുത്തി ഒഴുക്കുള്ള സ്ഥലങ്ങളിലും ഈ സാധനം വെള്ളം തൊടാതെ നമ്മളൊക്കെ ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വടം കെട്ടി വലിച്ച് അത്ര ശക്തമായ ഒഴുക്കിൽ വടം കെട്ടിയാണ് നമ്മൾ രക്ഷപ്പെടുത്താൻ ഒക്കെ ശ്രമിക്കുന്നത്. പക്ഷേ അതിന് വേണ്ട. ഈ ജെറ്റ് ബോട്ടിന് എത്ര ശക്തമായ ഒഴുക്കാണെങ്കിലും ആ വെള്ളത്തിൽ തൊടാതെ അങ്ങേയറ്റം എത്തിക്കാനുള്ള ഒരു ബോട്ടാണ് അടുത്ത ഞാൻ ഇറക്കാൻ പോണത്. അതിന് തായ്ലാൻഡിൽ ഞാൻ പോകുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് പേര് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മളത് ഒന്നും പ്രതീക്ഷിക്കുന്നത്, എന്നാലും തന്നാൽ നല്ലൊരു മനസ്സ്. പക്ഷേ ഇതിൻ്റെ ഈ മിഷനറി, ആ ജെറ്റ് എന്ന് പറയുന്ന മിഷ്യൻ തായ്ലാൻഡിലാണ് നിർമ്മിക്കുന്നത്. ആശാനാണ് ഞാൻ. ആശാൻ്റെ കൂടെ 2 വീലർ വർക്ക്ഷോപ്പിൽ കൂടിയിട്ട് ഇപ്പോൾ 18 വർഷമായി. അപ്പോൾ ആശാൻ ഒരു ദിവസം രാത്രി, അതായത് ഈ കോവിഡ് സമയത്ത് ഒരു ദിവസം രാത്രി ഒരു 9:30-10 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, എടാ ഇങ്ങനൊരു പ്രളയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ രക്ഷിക്കുക. അതായത് കൂടുതലും ഹാൻഡിക്രാഫ്റ്റുകാർക്ക് വേണ്ടിയിട്ട് ഈ കേരളത്തിലേക്ക് ഒരു ബോട്ട്, അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ എങ്ങനെ രക്ഷിക്കും, ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ അവരാരും രക്ഷപ്പെടുത്തുമെന്നാണ് എന്നോട് പറഞ്ഞത്. പിറ്റേ ദിവസം തൊട്ട് തന്നെ ഇതിൻ്റെ പണി സാധനങ്ങളെടുത്ത് ആശാൻ ഇതിൻ്റെ ഒരു വർക്ക് തുടങ്ങിയായിരുന്നു. അപ്പം ഞാനും ആശാനും പിന്നെ ആശാൻ്റെ മകൻ ഗോവിന്ദും ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ. വൈകല്യമുള്ള എല്ലാ ആൾക്കാർക്കും എവിടെ വിളിച്ചു കഴിഞ്ഞാലും ഏത് സമയത്ത് വിളിച്ചാലും രക്ഷകനായിട്ട് ആശാനും ആശാൻ്റെ ശിഷ്യനെന്ന ഞാനും
പിന്നെ മകൻ ഗോവിന്ദ് എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇതിൽ സഹായിച്ച നാട്ടുകാരും പിന്നെ ആശാൻ്റെ സുഹൃത്തുക്കളും ഉണ്ട്. ഇതിനകത്ത് നമുക്കൊരു 4 പേരെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള 4 പേരെ, പിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താനുള്ള ആൾക്കാർ ഇതിനകത്തുണ്ടാകും. അങ്ങനെ ഒരു 4 പേരെ സുഖമായിട്ട് പെട്ടെന്ന് നമുക്ക് കരയിലെത്തിക്കാൻ പറ്റും. ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നു എനിക്കൊരു ബുദ്ധിമുട്ട്. ഞാൻ ആ സംഘടനയിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അഡ്വക്കേറ്റ് ഉണ്ട്, ഞങ്ങൾ അതിൻ്റെ രജിസ്ട്രേഷൻ ഉദയന് ഇത്രയും ലക്ഷം രൂപ മുടക്കി ഞങ്ങൾക്കൊരു ബോട്ട് നിർമ്മിച്ച് തരാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ഞങ്ങൾ ഏറ്റിരിക്കുകയാണെന്ന് അവർ 100% ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇത് ഇറക്കി ഈ നീറ്റിലിറക്കി ഈ തണ്ണീർമുക്കം പഞ്ചായത്തിൻ്റെ ഈ വിരിമാറിൽ എന്നെ ഇറക്കാൻ സഹായിച്ച ഈ തണ്ണീർമുക്കം പഞ്ചായത്തിൻ്റെ എല്ലാം പ്രിയങ്കരനായ അമരക്കാരനായ അഡ്വക്കേറ്റ് ജ്യോതി സാറാണ് ഇത് നിർവഹിച്ചത്. ഈ എൻജിൻ നമ്മളെടുത്തത് ഇതിന് ഞാൻ വില തിരക്കിയായിരുന്നു, പക്ഷേ അവിടെ കാശൊന്നും ഇല്ലാതെ പോയി. കാശൊന്നും ഇല്ലാതെ കാരണം ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുത്താണ്. ഇതിനൊരു 65,000 രൂപയോളം ഈ എൻജിന് മാത്രമായി. അത് കാരണം എനിക്ക് അത്ര തൃപ്തി പോരാ. കാരണം വെച്ചാൽ എനിക്ക് ഇനി ഇറക്കാൻ പോകുന്നത് പുതിയ എൻജിൻ വെച്ചാണ് ജെറ്റ് ബോട്ട് ഇറക്കാനുള്ള പരിപാടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്.